ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BNB മൂട്ടോക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ലെജൻഡ് ഷെല്ലി എന്ന് പറയുന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകും. ഹീറോ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ മരിച്ചിട്ട് 10 വർഷമായിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടും നീ നിൻ്റെ വൈഫിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവളുടെ കൂടെ തന്നെയാണുള്ളത്. എന്നാൽ നീ ഇങ്ങനെ ഇവിടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിനും പ്രശ്നമാണ്. നീ ഇവിടെ നിന്ന് പോകണമെന്ന് ഞാൻ പറയുന്നില്ല, എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അത് കേട്ട് അവൻ്റെ വൈഫ് ഷോക്കായിട്ട്, കഴിഞ്ഞ 10 വർഷമായിട്ട് നീ എൻ്റെ കൂടെയാണുള്ളത്. അവൻ വാറിൻ്റെ ഇടയിൽ മരണപ്പെട്ടതും അവൻ്റെ വൈഫ് അവന് വേണ്ടി കാത്തിരിക്കുന്നതും എല്ലാം നമ്മളെ കാണിക്കുകയാണ്. ഞാൻ കാരണം എൻ്റെ വൈഫിന് പ്രശ്നം ഉണ്ടാവരുതെന്നും പറഞ്ഞു അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. അതുകൊണ്ട് അവൻ്റെ വൈഫിന് സഹിക്കാൻ സാധിക്കുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നെ വിട്ടിട്ട് പോയിരുന്നെന്നും പറഞ്ഞ് കരയുകയാണ്. ഇത് കേട്ടിട്ട് അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ പിന്നെയും അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്തെങ്കിലും ചെയ്യണം, എനിക്ക് ഇവളുടെ കൂടെ ഇരിക്കാൻ സാധിക്കില്ല, എന്നെ പറഞ്ഞയക്കണമെന്ന് ഹീറോയോട് പറയുകയാണ്. എന്നാൽ ഹീറോയിനെ നോക്കിയിട്ട്, എനിക്ക് ഫോർമേഷൻ ഉണ്ടാക്കാൻ മാത്രമേ സാധിക്കൂ, എനിക്ക് സ്പെൽസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല, ഇത് നീ വേണം ചെയ്യാൻ. ഹീറോയിന് മുന്നിലേക്ക് വന്നിട്ട് എന്നെ കൊണ്ട് ഇത് സാധിക്കും. ഹീറോയിനും ആ പവർ യൂസ് ചെയ്യുകയാണ്. മരണപ്പെട്ടവരെ ആഫ്റ്റർ ലൈഫിലേക്ക് അയക്കുന്ന സ്പെല്ലാണിത്. ഹീറോയിൻ ഇത് ഹെവനിൽ വെച്ച് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതായി കാണിക്കുകയാണ്. ഹീറോയിൻ ആ സ്പെല്ല് യൂസ് ചെയ്യുമ്പോൾ അവൻ അവളുടെ അടുത്ത് നിന്ന് മായാൻ തുടങ്ങുകയാണ്. ഹീറോയിൻ്റെ പവർ കാരണം അവനെ ഒറ്റയടിക്കാൻ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഹീറോയിൻ ഇത് കണ്ടിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നിന്റെ നല്ലതിന് വേണ്ടിയാണ് അവൻ ഇങ്ങനെ ചെയ്തത്, നീ ഇത് വിഷമിക്കാൻ പാടില്ല, എനിക്കറിയാമെന്നും പറഞ്ഞ് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങുകയാണ്. അടുത്ത സീനിൽ ഹീറോയിനും അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ ലൈറ്റായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ്. അത് കണ്ട ഹീറോയിൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇന്ന് നീ ഒരാളെ സഹായിച്ചു, എന്നാൽ അതോർത്ത് നിനക്ക് പൂർണ്ണമായും സന്തോഷിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഇതെപ്പോഴേ നടക്കേണ്ടതാണ്, ഇപ്പോഴെങ്കിലും നടന്നല്ലോ എന്നോർത്ത് ആശ്വസിക്കാം. ഇത് നിനക്ക് പുതിയ കാര്യമാണല്ലേ? അല്ല, ഇതെനിക്ക് ശീലമായതാണ്. യുദ്ധത്തിൽ നമ്മുടെ കൂടെയുള്ള പലരുടെയും ജീവൻ നഷ്ടപ്പെടും, എന്നാൽ എനിക്കിപ്പോൾ അങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞ് ഹീറോയിനോട് ഒന്ന് പോകാൻ തുടങ്ങുകയാണ്. എന്നാൽ പെട്ടെന്ന് ഹീറോ കാല് സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീഴുകയാണ്. എനിക്ക് നീന്താൻ അറിയില്ല, എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് അവൻ വെള്ളത്തിലേക്ക് വീഴുകയാണ്. എന്നാൽ ഹീറോയിന് വെള്ളം കണ്ട പേടിയാണെന്ന് തോന്നുന്നു. ഹീറോയിനും ആദ്യം ഒന്ന് മടിച്ചു നിൽക്കുകയാണ്. അവൻ മുങ്ങി താഴേക്ക് പോകുന്ന കണ്ടിട്ട് ഹീറോയിന് മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ അവളും വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. മുങ്ങിപ്പോയ ഹീറോ ചെറിയ ബോധത്തിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ വരുന്ന ഹീറോയിനെയാണ് കാണുന്നത്. അവർ രണ്ടുപേരും തമ്മിൽ കിസ് ചെയ്യുമെന്ന് കരുതിയാൽ ഹീറോയിൻ അവൻ്റെ മുടിയിൽ പിടിച്ച് അവനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹീറോ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയ്ക്കുകയാണ്. ഹീറോയിൻ എങ്ങനെയൊക്കെ അവനെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. നിനക്ക് പിടിക്കാൻ മറ്റൊന്നും കിട്ടിയില്ലേ? നോക്കിയാൽ ഹീറോയിൻ്റെ കയ്യിൽ അവൻ്റെ ഒരു പിടി മുടിയിരിക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ, നിനക്ക് വെള്ളമെന്ന് പറഞ്ഞ പേടിയില്ലേ? പിന്നെ നീ എന്തിനാണ് എന്നെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിയത്? അതൊന്നുമില്ല, എന്തായാലും നിന്നെ രക്ഷിച്ചില്ലേ, ഞാൻ പോകണം, എൻ്റെ ഹ്യൂമൻ ഫോം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് അവൾ എണ്ണിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പിന്നെ ഫിനിക്സ് പക്ഷിയായിട്ട് മാറുകയാണ്. ഹീറോയിൻ ടെൻഷനിൽ ഇവിടെ എന്ത് നടക്കുന്നതെന്ന് ചോദിച്ച് ഹീറോ എടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇതെല്ലാം ആ വൈഫിൻ്റെ സഹോദരനും കാണുന്നുണ്ട്. പിറ്റേ ദിവസമാക്കിയാണ് ആ സിറ്റിയിലെ യങ് മാസ്റ്ററിനെ കാണിക്കുകയാണ്. അവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഞാൻ ശരിക്കും കണ്ടത് അവനൊരു ഇമോർട്ടലാണെന്ന് തോന്നുന്നു. അവൻ ആ പക്ഷിയെ ഒരു ഹ്യൂമൻ ഫോമിലേക്ക് മാറ്റി, ഒരു സ്ത്രീയാക്കി മാറ്റി. പിന്നെയും ആ സ്ത്രീയെ അവൻ പക്ഷിയാക്കി തന്നെ മാറ്റി. അവൻ്റെ സഹോദരി ഹീറോ എടുത്ത് സഹായം ചോദിച്ചു ചെന്നതും ഇപ്പോൾ നോർമലായതും എല്ലാ കാര്യങ്ങളും അയാളോട് പറയുകയാണ്. അയാൾ അതൊക്കെ ഒന്ന് കേട്ടിട്ട് ഒന്ന് ചിരിച്ചിട്ട്, നീ ഇവിടെ ഒന്ന് പൊയ്ക്കോളാൻ പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുകയാണ്. അവൻ അയാളുടെ ആളുകളോട്, ആ ഇമോർട്ടലിനെ എവിടേക്ക് പിടിച്ചോണ്ടു, അവൻ എന്തൊക്കെ കഴിവുണ്ടെന്ന് നമുക്ക് നോക്കാം, അവൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഹീറോയെ പിടിച്ചുകൊണ്ട് വരാൻ ആൾക്കാരെ വിടുകയാണ്. ഇവിടെ ഹീറോയിൻ വട്ടു പിടിച്ചതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ മുഴുവൻ ശക്തിയും കിട്ടിയിട്ടില്ല, ഞാൻ ഹ്യൂമൻ ഫോമിലേക്ക് മാറിയത്, എന്നിട്ട് പിന്നെയും എങ്ങനെയാണ് ഞാൻ ഈ ഫിനിക്സ് പക്ഷിയായത്? എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് കണ്ട ഹീറോ ഒന്ന് ചിരിച്ചിട്ട്, നീ രാവിലെ മുതൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയില്ലേ, നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിനും ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അത് കേട്ട ഹീറോ അകത്തേക്ക് ചെന്ന് അവൾക്കുള്ള ഫുഡും എടുത്തുകൊണ്ട് വരികയാണ്. ഞാൻ നിന്നോട് ചോദിക്കണമെന്ന് കരുതിയാണ്, നീ ഒരു സാധാ മോഡലാണ്, എന്നാൽ നിനക്ക് കുറേ ഫോർമേഷൻ അറിയാമല്ലോ, ഡിവൈൻ സീക്രട്ടും അറിയാം, സത്യത്തിൽ നീ ആരാണ്? ഹീറോ ഇതൊക്കെ കിടന്ന് ചിരിച്ചിട്ട്, ഞാൻ സാധാ ഒരു മോഡലാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, നീ ഏതെങ്കിലും ഗോൾഡിൻ്റെ സ്റ്റുഡൻ്റ് ആണോ, പാതിക്ക് വിട്ടിട്ട് വന്നാണോ, അതോ നീ ഒരു ഇമോർട്ടലാണോ, നിൻ്റെ പണിഷ്മെൻ്റ് ആണോ ഇതൊക്കെ, എന്നാൽ നീ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്ന് ചിരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന മട്ടൺ പീസൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ഇത് കണ്ട ഹീറോയിന് ദേഷ്യം വന്നിട്ട്, നീ എൻ്റെ മട്ടൺ പീസ് കഴിക്കുമോ, മര്യാദയ്ക്ക് തിരിച്ചു കടാമെന്നും പറഞ്ഞ് അവനുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് ഹീറോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഗാർഡ്സ് നിൽപ്പുണ്ട്. നിങ്ങളെ യങ് മാസ്റ്റർ വിളിക്കുന്നു, ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞ ഹീറോയെ വിളിക്കുകയാണ്. നിങ്ങൾക്ക് ആൾ മാറിയതാണെന്ന് തോന്നുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാനല്ലെന്ന് പറയുമ്പോൾ, നീ ആണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ വിളിച്ചാൽ നീ വരണം, മര്യാദയ്ക്ക് ഞങ്ങളോട് വാന്നും പറഞ്ഞ് ഹീറോയുടെ ഷട്ടിൽ കയറി പിടിക്കുകയാണ്. എൻ്റെ ഷട്ടിൽ പിടിക്കുന്ന എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഹീറോ കൈതട്ടി മാറ്റുമ്പോൾ, പിടിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവൻ ഹീറോയെ ആഞ്ഞ് ചവിട്ടുകയാണ്. നിലത്ത് വീണ ഹീറോ അവിടെ ഉണ്ടായിരുന്നൊരു കല്ല് നീക്കുമ്പോൾ അതിൽ നിന്ന് പവർ പോയി അവിടെ ഒരു ഫോർമേഷൻ തന്നെ ആക്ടിവേറ്റ് ആവുകയാണ്. അതിൻ്റെ പവർ അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്. അവർ ഹീറോയെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുമ്പോൾ ഹീറോയിൻ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ അസിസ്റ്റൻറ്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും, എൻ്റെ അനുവാദമില്ലാതെ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല, കണ്ടില്ല ഈ പെണ്ണ് നമ്മളെ എതിരിടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവൻ മുന്നിലേക്ക് ചെന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഡ്ജ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഈ സിറ്റിയിലെ യങ് മാസ്റ്ററാണ് ഞങ്ങളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. ഹീറോയിൻ അവൻ്റെ കയ്യിലുള്ള ബാഡ്ജ് തട്ടിക്കളഞ്ഞിട്ട്, ആരായാലും എൻ്റെ അനുവാദമില്ല ഇവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് അവനെ ആഞ്ഞു ചവിട്ടുകയാണ്. അവരെ 3 പേരെ അടിച്ച് പൂരേക്ക് തെറിപ്പിക്കുകയാണ്. ഹീറോയിൻ അവരെ എല്ലാവരെയും അടിച്ചോടിച്ചതിന് ശേഷമാണ് അവിടെ ഹീറോ അഡ്ജസ്റ്റ് ചെയ്ത് ആ സ്റ്റോൺ കാണുന്നത്. ഇതെന്താണ്, അത് വെറും ഒരു സ്റ്റോൺ അല്ലേ? സത്യം പറയില്ലെങ്കിൽ അവർക്ക് കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ നിനക്ക് തരും,
അത് ആ ഫോർമേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ പ്രധാനപ്പെട്ട പോയിന്റിൽ ആ കല്ലെന്താണ് ചെയ്യുന്നത്, ആ കല്ലവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഫോർമേഷൻ്റെ പവർ അത് കൺട്രോൾ ചെയ്യും. എന്തിനാണ് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്? അങ്ങനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നിനക്ക് എപ്പോഴും ഹ്യൂമൻ ഫോമിലേക്ക് മാറാൻ സാധിക്കില്ലേ? എന്തൊക്കെയാണെങ്കിലും ഈ വീട്ടിൽ നമ്മൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ, നിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇന്നു മുതല നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ വന്നെന്ന് തന്നെ നീ ഇത് ചെയ്തിരുന്നു അല്ലേ? ഞാൻ ഇതിന് മുമ്പും ഹ്യൂമൻ ഫോമിലേക്ക് മാറിയിട്ടുണ്ട്, അത് നീ കാണുകയും ചെയ്തല്ലേ? ഹീറോ പേടിച്ചിട്ട് അവൻ ആ വീടിനകത്തേക്ക് ഓടാൻ ശ്രമിക്കുകയാണ്. ഹീറോയിൻ നല്ല ദേഷ്യത്തിൽ, ഇത്രയും വലിയൊരു അപമാനം എനിക്ക് ഇതിന് മുമ്പ് നേരിടേണ്ടി വന്നിട്ടില്ല, അതിന് ഞാൻ വെറുതെ ഉള്ളെന്നും പറഞ്ഞ് ഹീറോയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. ഹീറോ അകത്ത് നിന്ന് ഒളിഞ്ഞിരിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ശക്തി ഉപയോഗിച്ച് അവനെ പുറത്തേക്ക് കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ നിലത്തേക്ക് വന്ന് വീഴുകയാണ്. അവൻ്റെ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു. അവൻ കൈ പിടിച്ച് കരയാൻ തുടങ്ങുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാണ് നീ ഇങ്ങനെ എന്നോട് ചെയ്യുന്നത്? ആ ഫോർമേഷൻ കാരണം എങ്ങനെയൊക്കെ ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞോ? ഹീറോ അങ്ങനെ കരയുന്നതൊക്കെ കണ്ടിട്ട് ഹീറോയിനും ചെറുതായിട്ട് വിഷമമാകുന്നുണ്ട്. അവൻ നേരത്തെ തന്നെ വീക്കല്ലായിരുന്നു. അവൻ എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ അവൻ്റെ പൾസൊക്കെ ചെക്ക് ചെയ്യണം. പൾസ് വളരെയധികം വീക്കാണ്. നിന്റെ ജീവൻ തന്നെ രക്ഷിച്ചത് ഞാനല്ലേ, അതിന് പകരമായിട്ടാണോ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ഹീറോ. അത് കേട്ട ഹീറോയിൻ ഇവൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞ് ഹീറോയ്ക്ക് വേണ്ടി കുറച്ച് മരുന്നുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹീറോയിൻ മരുന്നുണ്ടാക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഹീറോയെ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ അവിടെ കാണുന്നില്ല. നോക്കുമ്പോൾ ഹീറോ അവിടെ ഉണ്ടായിരുന്ന മരുന്നൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ നീ അഭിനയിച്ചാണോ എന്ന് ചോദിച്ചു ഹീറോയിൻ പിന്നെയും അവളുടെ ശക്തി വെച്ച് അവനെ ആക്രമിക്കുകയാണ്. ഹീറോ അതുകൊണ്ട് പേടിച്ച് നീ എന്നെ ഒന്നും ചെയ്യരുത്, അത് കുറച്ചുകൂടെ മട്ടൺ പീസ് ഇട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞാൻ അത് കുക്ക് ചെയ്ത് തരാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും മെഡിസിൻ റെഡിയായി, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഹീറോ ഞാൻ പറയുന്ന ആൾക്ക് കുറച്ച് ദിവസം കൂടെ നീ അവിടെ നിൽക്ക്, കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ മരണപ്പെടും, എൻ്റെ ബോഡിയെങ്കിലും നീ ഏറ്റുവാങ്ങണമെന്ന് ഹീറോ പറയുന്നുണ്ടെങ്കിലും ഹീറോയിൻ അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോവുകയാണ്. ഹീറോ അവൾ പോയെന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ഹീറോയിൻ അവിടേക്ക് തിരിച്ചു വരികയാണ്. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ മുറിവൊക്കെ കരിയും, അതിനുശേഷം ഞാൻ ഇവിടെ ഒന്ന് പോകും. അടുത്ത സീനിൽ ആ യങ് മാസ്റ്ററിനെയാണ് കാണിക്കുന്നത്. അയാളുടെ ആളുകൾ നടന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് നിന്ന് പറയുകയാണ്. എന്നാൽ അവൻ അവരെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവരെ പൊട്ടിയ ബാഡ്ജ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ കാര്യം മനസ്സിലായത്. അവൾ വെറും കൈ കൊണ്ട് തന്നെ ഇത് പൊട്ടിച്ചു കളഞ്ഞു. യങ് മാസ്റ്റർ ഫോർസനോടെ അദ്ദേഹം എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പോയിരിക്കുകയാണ്. ആളുകളെ അയച്ചതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് അവനും മനസ്സിലാക്കുകയാണ്. മാസ്റ്റർ ഫ്രോസൺ വരുന്നിടം വരെ നമുക്കൊന്നും ചെയ്യേണ്ട, കാത്തിരിക്കാമെന്ന് പറയുകയാണ്. അവനും അതിനെ സമ്മതിച്ച് ആ ബാഡ്ജും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അതേസമയം ഇവിടെ ഹീറോയിൻ ആ വീട്ടിലുള്ള ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹീറോയിൻ കാണുന്നുണ്ട്. അവൻ അവിടെ വന്നിരുന്നിട്ട് അവൾക്ക് ഓരോ ജോലികളായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു പാത്രം ഇട്ടിട്ടുണ്ട്, അതെടുത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് എന്നും പറഞ്ഞ് അവളെ കളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഹീറോയിന് ദേഷ്യം വന്നിട്ട് ആ പാത്രം എടുത്ത് ദൂരേക്ക് എറിയുകയാണ്. അത് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയുടെ മുകളിലേക്ക് വീഴുകയാണ്. അയ്യോ എൻ്റെ പാത്രം പോയെന്ന് പറഞ്ഞ് ഹീറോ വിഷമിച്ച് അവിടേക്ക് ഓടി വരികയാണ്. നീ എന്നെ വിട്ട് പോയെന്നും ചോദിച്ചാൽ അവൻ അവിടെ നിന്ന് വിഷമിക്കുകയാണ്. അടുത്ത സീനിൽ ഡീമൺ റിലമാണ് കാണിക്കുന്നത്. ഹീറോയിനെ ആക്രമിച്ച് ആ ഫിങ് ഹീറോയിനെ സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോഡ് എന്തിനായിരിക്കും മോർട്ടൽ വേലിൽ അദ്ദേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് അവൻ ചിന്തിച്ച് അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ്. അതേസമയം അവിടേക്ക് മറ്റൊരു ജനറൽ വരികയാണ്. എല്ലാം ഓക്കെ അല്ലേ, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ എന്നോട് നേരിട്ട് ചോദിക്കുക, നമ്മുടെ ലോഡ് എവിടെയാണെന്ന് നിനക്കറിയാമോ? അറിയാമെങ്കിൽ നീ പറയുമെന്ന് എനിക്കറിയാം, നിനക്കറിയാമെന്ന് ചോദിക്കുകയാണ്. അവനും എനിക്ക് അറിയില്ലെന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ മോട്ടലിലുള്ള ഹീറോയെ കാണിക്കുകയാണ്. ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ പറഞ്ഞ പണിയൊക്കെ ഞാൻ ചെയ്തു, വിറകൊക്കെ ശേഖരിച്ചു, വീടെല്ലാം വൃത്തിയാക്കി, നിന്റെ ബെഡ് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നീ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ഇല്ലെന്ന് പറയുന്നത്, ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണമെന്ന് പറയുകയാണ്. ഹീറോയിനും ശരി ഞാൻ ചെയ്തോളാം, എന്തായാലും നിന്റെ കൈ ഞാനല്ലേ ഓടിച്ചെന്നും പറഞ്ഞ് അവളവിടെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് കണ്ട ഹീറോ ഞാൻ അതൊക്കെ കൈ കൊണ്ടാണ് എടുക്കുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ ആ ചൂലും എടുത്ത് ആ മലമണ്ടയിലേക്ക് എറിയുകയാണ്. നീ എന്നെ കളിയാക്കുകയാണോ? ഈ ഇലയൊക്കെ പിറക്കിയെടുത്തിട്ട് നിനക്ക് എന്ത് ചെയ്യാനാണ്? സത്യമായിട്ട് ഞാൻ നിന്നെ കളിയാക്കിയല്ല, ഇത് മാത്രം ഞാൻ സത്യം പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പോൾ നേരത്തെ നീ എന്നെ കളിയാക്കായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹീറോ അവിടെ ഉണ്ടായിരുന്ന ഇലയൊക്കെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നീ എവിടെ പോകണമെന്ന് ചോദിച്ചു ഹീറോയിനും എൻ്റെ പുറകെ ചെയ്യുന്നുണ്ട്. ഹീറോ അവിടെ ഉണ്ടായിരുന്ന ബുക്കിനകത്തേക്ക് ആ ഇല വെച്ചിട്ട് അത് എപ്പോഴാണ് വീണതെന്നുള്ള ഡേറ്റ് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. ഇത് കണ്ട ഹീറോയിൻ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാണ്, എനിക്കും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടതെന്നും പറഞ്ഞ് ഹീറോ അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ഹീറോയിനെ വിളിച്ച് പുറത്തേക്ക് പോവുകയാണ്. പുറത്തൊരു മുന്തിരിവള്ളിയുണ്ട്. ഹീറോ അവളെ വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ്. നിനക്ക് മുന്തിരി ഒരുപാട് ഇഷ്ടമല്ലേ? എന്നാൽ ഞാൻ ഇതിൽ നിന്നൊരു കാ പോലും പറിച്ചിട്ടില്ല, കാരണം ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇതൊക്കെ കേട്ട ഹീറോയിൻ ഞാൻ പക്ഷിയായിരുന്നപ്പോൾ സംസാരിച്ചതൊക്കെ ഇവന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല വ്യത്യസ്തമായ ഫോർമേഷനും ഇവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവനെങ്ങനെ ഡീമൺസിൻ്റെ സ്പൈ വല്ലതുമായിരിക്കുമോ? എത്രയും പെട്ടെന്ന് ഇവൻ ആരാണെന്നുള്ള സത്യം കണ്ടുപിടിക്കണം. അതേസമയം ഹീറോ അവിടെ നിന്നൊരു മുന്തിരിങ്ങ പറിച്ചുകൊണ്ട് വന്ന് ഹീറോയിന് കൊടുക്കുകയാണ്. നീ അല്ലേ പറഞ്ഞത് ഇതുവരെ കായ്ച്ചിട്ടില്ലെന്ന്? ഹീറോ അവളെ ഒരു കള്ള നോട്ടം നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ രാത്രിയാവുകയാണ്. ഹീറോ കിടന്നുറങ്ങുമ്പോൾ ഹീറോയിൻ അവൻ്റെ റൂമിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കുകയാണ്. അതിനകത്ത് അവൻ്റെ ഫാമിലിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ്റെ പേരൻസ് എന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമാണ് മരണപ്പെട്ടത്. അവർ മരണപ്പെട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ്റെ സഹോദരൻ മരണപ്പെട്ടു. എല്ലാവരും ഇത് കണ്ട് പേടിച്ചു. എന്നാൽ അവനാണെങ്കിൽ അവൻ്റെ പേരൻസിൻ്റെ കല്ലറയിൽ തന്നെ അവൻ്റെ സഹോദരനെ മടക്കി. ഹീറോയിൻ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ ഉറക്കത്തിൽ നിന്ന് എണ്ണിക്കുകയാണ്. ഹീറോയിൻ നേരെ നോക്കുമ്പോൾ അവളുടെ മുന്നിലായി ഹീറോ ഇരിപ്പുണ്ട്. അത് കണ്ട് ഞെട്ടുന്ന ഹീറോയിനെ കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഹീറോ ശരിക്കും ആരാണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കാൻ മറക്കരുത്. ബൈ ഫ്രണ്ട്സ്.